ഹലോ. അങ്ങനെ അനിയത്തി പോയി മലക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. ഞങ്ങൾക്കല്ല, മാമാക്കാണേ. അങ്ങനെ മലക്കറിയൊക്കെ മേടിച്ചുകൊണ്ട് വന്നപ്പോൾ എൻ്റെ മോൻ കവറൊക്കെ തുറന്ന് നോക്കി, എന്താ മേടിച്ചത്, ഞങ്ങൾക്കുള്ള വല്ല ആണോ എന്ന്. കാര്യം ബിങ്കോയും മുട്ടായൊക്കെയാണ് ആൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ, അല്ലാതെ ഫ്രൂട്ട്സും കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ അല്ലെന്ന് അറിഞ്ഞപ്പോഴേ അയാൾ വേറെ മൈൻഡായി കേട്ടോ. അങ്ങനെ ഇനി വീട്ടിലേക്ക് പോവാം, പൊന്നുമിയുടെ വീട്ടിലേക്ക് പോകാമെന്നുള്ള പറച്ചിലായി. അങ്ങനെ ഞങ്ങൾ നേരെ ഇനി കടയിലും കൂടെ കയറിയിട്ടാണ് കേട്ടോ പോകുന്നത് ഞങ്ങളുടെ. അങ്ങനെ പോകുന്ന വഴിക്കാണ് ദാണ്ട പെരുമ്പുഴയുടെ ഹൃദയഭാഗമായി ഞാൻ മുന്നേ വീഡിയോ ഇട്ടായിരുന്നു ആൽമരം. ദാണ്ട അവിടെ അതിൻ്റെ അവശിഷ്ടം പോലും ഇല്ല. നല്ലൊരു ആൽമരമായിരുന്നു. എന്ത് പറയാനാണ്. ഓരോ ആവശ്യങ്ങളും കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ, അത്യാവശ്യ കാര്യമൊക്കെ വരുമ്പോൾ വേണ്ടാത്തത് വേണ്ടാന്ന് തന്നെ വെക്കണേ. ആട് കിടന്നിടത്ത് കൂടെ പോലും ഇല്ലയെന്ന് പറഞ്ഞ അവസ്ഥയായില്ലേ പൊന്നേ. അപ്പോൾ ദാണ്ടേ ഞങ്ങൾ കടയിലെത്തിയപ്പോഴത്തേനും എന്നെയും പിന്നെ ഫോണും കണ്ടപ്പോഴത്തേനും വാപ്പാക്ക് കാര്യം കത്തി. ഇനി ഇങ്ങനെ എന്നാൽ ശരിയാവത്തില്ല, ഒളിച്ചിരിക്കാന്ന്. അങ്ങനെ വാപ്പ കയറി ഒളിച്ച് നിന്ന് കേട്ടോ. ഒരു രക്ഷയില്ല. ഞാൻ ആവുന്ന പണി ഇത്രയും നോക്കിയിട്ടും വാപ്പ വന്നില്ല. ഉമ്മ ഞങ്ങളുടെ അടുത്ത് വന്നിട്ടൊക്കെ പോയി. കാര്യം വാപ്പാക്ക് ഫോൺ, ക്യാമറ, ഫോട്ടോ, വീഡിയോ എന്നൊക്കെ പറയുന്നത് വലിയ അലർജിയുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വാപ്പ കുറേ ഒളിച്ച് നിന്നു. ഞാൻ എൻ്റെ കണ്ണ് കിട്ടിയപ്പോഴത്തേനും വാപ്പ തിരിഞ്ഞ് അകത്തോട്ട് ഓടിപ്പോയേട്ടാ. പിന്നെ പുതിയൊരു ഫോൺ കട ഉണ്ട് വന്നു കേട്ടോ അവിടെ. അങ്ങനെ അത് ഇവിടെ കയറി എനിക്ക് സ്ക്രീൻ ഗാർഡ് ഒട്ടിക്കാമെന്നും പറഞ്ഞ് ഞാൻ മാമ അടുത്ത് പറഞ്ഞപ്പോഴത്തേനും മാമ താണ്ട കിടക്കുന്നത് 660 വെച്ച് പിടിച്ച്, നിന്നൊന്നും അവിടെ ഇടയ്ക്കാൻ ശരിയാവത്തില്ലേ, എനിക്ക് വേറെ ഓട്ടം ഉള്ളതെന്ന് പറഞ്ഞൊരു ഒറ്റ പോക്കാ. അങ്ങനെ ഞങ്ങളിനി നേരെ പോകുന്നത് വീട്ടിലേക്കാണ് കേട്ടോ. ഇനി എവിടെയും കയറാനായിട്ടില്ല. അങ്ങനെ നേരെ ഇപ്പോഴത്തെയും പോലെ തന്നെ അപ്പച്ചിയുടെ വീടെത്തി. അവിടെ വണ്ടി ഇട്ടിട്ട് മാമ ഞങ്ങളാക്കിയിട്ട് പോവാണ്. പിന്നെ ദാണ്ട ഞങ്ങൾക്ക് വഴിയിൽ നിന്നൊരു യൂട്യൂബറിനെ കൂടെ കിട്ടിയായിരുന്നു കേട്ടോ. ഞങ്ങളെ മാമാടെ മോനാണ്, ഇവനും ഒരു യൂട്യൂബറാണ്. ഇവൻ എന്നെ കണക്കൊന്നും അല്ല കേട്ടോ, ഭയങ്കര റീച്ച് അയക്കുന്ന ടീമാണ്. അങ്ങനെ ഞങ്ങൾ ഇനി മാമ ടാറ്റ ബൈ ബൈ പറഞ്ഞ് പോയി. ദാണ്ട ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഞാൻ നോക്കി നിൽക്കുകയാണ് കേട്ടോ. 2 പേര് ഞങ്ങൾ വരുന്നത് നോക്കി നിന്നെയാണ്. അങ്ങനെ വന്ന ഉടനെ ഹായ് ഒക്കെ പറഞ്ഞ് മറ്റവൻ എപ്പോഴത്തേം പോലെ എന്നെ കളിയാക്കുകയും ചെയ്തു. അപ്പോൾ പിന്നെ നേരെ ഇനി വീട്ടിലേക്ക് താഴോട്ട് നടന്നു പോകണം, ലഗേജും കാര്യങ്ങളൊക്കെ ആയിട്ട്. അന്ന് വന്നപ്പോൾ ഇവിടെ മൊത്തം പോച്ചയായിരുന്നു. അന്ന് ഞാൻ പറഞ്ഞായിരുന്നു മഴ അങ്ങോട്ട് തോരുമ്പോഴത്തേനും ഞങ്ങൾ വൃത്തിയാക്കും, എല്ലായ്പ്പോഴും അങ്ങനെയാണ്. ഒരു തുള്ളി വെള്ളം വീണാൽ മതി പടർന്ന് കിളിക്കാൻ. അക്കണക്കിനൊരു ചെടിയോ കൃഷിയോ വല്ലതും ചെയ്താൽ വല്ല പ്രയോജനമുണ്ടോ? അങ്ങനെ ഞങ്ങൾ നേരെ ഞാൻ താണ്ട വീട്ടിൽ വന്നു. മറിഞ്ഞ് വീഴാതെ വേണം നടക്കാനായിട്ട്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ആയാൽ കുഴിയിൽ പോവും. അങ്ങനെ നോക്കിയും കണ്ടൊക്കെയാണ് നടക്കുന്നത്. ചെരുപ്പ് അങ്ങനെ തന്നെയാണ് തീർന്ന്. അങ്ങനെ താണ്ട ഞങ്ങൾ വീട്ടിലെത്തി. അനിയത്തിയും ചമ്മായും എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് അടുത്ത ഇതിൽ കാണാം. അതുവരെ ടാറ്റ ബൈ ബൈ, സീ യു. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കാതെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ.